കായംകുളത്ത് മുനിസിപ്പാലിറ്റിയുടെ സ്ഥലത്താണ് തിയേറ്റർ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പണിയുടെ പുരോഗതി എന്തായി? ഇപ്പം കായംകുളത്ത് ജനങ്ങളെ സാരമായി ബാധിച്ചിരിക്കുന്ന ഒരു വിഷയമാണ് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് പൊളിച്ചത്. അതിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയിൽ ഒന്ന് ഇടപെടാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ടാവും, എന്നാലും ഇടപെടാനുള്ള ഒരു നടപടിയും ഈ കൗൺസിലിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പം ബസ് സ്റ്റാൻഡ് പ്രശ്നമാണെങ്കിലും അത് കായംകുളത്തിൻ്റെ പട്ടണത്തിൻ്റെ ഒരു ആവശ്യമാണ്. അതുപോലെ തന്നെ ഇപ്പം ഈ സിനിമ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്കൊന്ന് 2015-2020 കാലഘട്ടത്തിലാണ് ഈ സിനിമാ തിയേറ്റർ എന്ന് പറയുന്ന ഒരു സ്വപ്നം കായംകുളത്ത് യാഥാർത്ഥ്യമാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ തുടങ്ങിയത്. ഞാൻ ആ വിഷയത്തിൽ അന്ന് കൗൺസിലിൽ വളരെ ശക്തമായിട്ട് സംസാരിച്ചൊരു വ്യക്തിയാണ് ഞാൻ. എനിക്കിപ്പോൾ ഞാൻ ഓർക്കുന്നത് അന്ന് അതിനെ എതിർക്കുവാൻ കുറേ കൗൺസിലർമാർ അന്ന് എതിർക്കുകയുണ്ടായി. പക്ഷെ ഞാൻ അതിനെ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ടായിരുന്നു. അന്ന് കായംകുളത്ത് നമുക്കറിയാം, ഇപ്പം ഇതൊരു എൻജോയ്മെൻ്റ് അല്ലെങ്കിൽ ആളുകളുടെ എന്താ പറയുക, ഒരു മാനസിക ഉല്ലാസത്തിൻ്റെ ഭാഗമാണിത്. സിനിമ കാണുക അല്ലെങ്കിൽ സിനിമാ തിയേറ്റർ എന്ന് പറയും യെസ് എൻ്റർടൈൻമെൻ്റ് ആണ്. ഇപ്പോൾ കായംകുളത്ത് നിന്ന് തന്നെ പല ആളുകളും, ഞാൻ ഉൾപ്പെടെ പല ആളുകളും അന്ന് സിനിമ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ, കുടുംബസമേതം കാണണമെന്നുണ്ടെങ്കിൽ പുറത്തു പോയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നഗരസഭ ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അത് ആര് കൊണ്ടുവന്നു എന്നുള്ളതല്ല പ്രശ്നം. അത് കായംകുളത്തിൻ്റെ വികസനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറാൻ പോകുന്നൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അതിനെ അനുകൂലിച്ചിരുന്നു, അതവിടെ നടപ്പാക്കണമെന്ന് നമ്മൾ അനുകൂലിച്ചിരുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് കൗൺസിൽ വരുവാന്നുണ്ടെങ്കിൽ ഈ ബസ് സ്റ്റാൻഡ് വിഷയമാണെങ്കിലും മറ്റേ സിനിമാ തിയേറ്റർ വിഷയമാണെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെ വേണ്ട പിന്തുണ കൊടുക്കുകയും അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുവാനുള്ള പദ്ധതികൾക്ക് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നു. നമ്മുടെ സെൻട്രൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ആക്ച്വലി എന്താണ് അതിൻ്റെ ഈ തടസ്സങ്ങളുടെ കഥ എന്താണ്? അങ്ങനെ വല്ല വിചാരമുണ്ടോ? പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ സ്ഥലമെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം, എൽമെക്സ് അദ്ദേഹത്തിൻ്റെ ആ വസ്തുവാണ് അന്ന് സംസാരിക്കുകയും അത് ഇത്ര സെൻറ്റ് 26-22 സെൻറ്റാണെന്ന് തോന്നുന്നു അത് എടുക്കാനുള്ള തീരുമാനമായത്. അത് അദ്ദേഹവുമായിട്ടൊരു ധാരണ അന്ന് നഗരസഭ ഭരണകർത്താക്കൾ അത് വേണ്ട രീതിയിൽ ഭരണസമിതി അത് എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഇതിന് പരിസ്ഥിതി സംബന്ധമായ ചില ഉത്തരവുകൾ, അതിൻ്റെ ചില കൺസെൻറ്റുകൾ കിട്ടേണ്ടതായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയുന്നത്. പിന്നീട് അതിനുശേഷം പിന്നെ 2020 ശേഷം പിന്നീട് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അടുത്ത കൗൺസിലിൽ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ വന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, അതേപോലെ തന്നെ കായംകുളത്തൊരു സ്റ്റേഡിയത്തിൻ്റെ വിഷയങ്ങൾ, അതുപോലെ തന്നെ NHൻ്റെ ഈ നേരത്തെ പറഞ്ഞ പില്ലാർ ഹൈവേയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, ഇതൊക്കെ BJP ശക്തമായ രീതിയിൽ അത് കായംകുളത്ത് നടപ്പാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ തീർച്ചയായിട്ടും മുൻപന്തിയിൽ ഞങ്ങളുണ്ടാവും.